കോളേജിൽ പോയി ടി സി വാങ്ങി വന്നാലോ? എൻ്റെ ഫ്രണ്ട് രേഷ്മയും കൂടെ ഉണ്ടായിരുന്നേ. 2019 ഞാൻ ഡിഗ്രി പാസ്സാവുന്നത്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എന്നെ പിന്നീട് കോളേജിൽ വിട്ട് പഠിപ്പിക്കാൻ വീട്ടിലുള്ളവർക്ക് പേടിയായിരുന്നു. എന്നെയും ചില കാരണങ്ങൾ പിന്നോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ അതിൽ PG ചെയ്യാതിരിക്കുന്നത് ശരിയാണോ ശരിയാണോ എന്ന് എന്നോട് തന്നെ ചോദിച്ച് ചോദിച്ച് 3 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം 2022 PGക്ക് അപ്ലൈ ചെയ്യുന്നത്. പോയി വരാൻ എളുപ്പത്തിന് DB ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാട്ടോ ഞാൻ. അങ്ങനെ എന്നെ ദൈവം കൊണ്ടെത്തിച്ചിട്ടാണ് ഇവിടെ DBയിൽ 3 വർഷത്തിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു ഏജ് ഗ്യാപ്പൊക്കെ എങ്ങനെയായിരിക്കും, പക്ഷേ അതിൻ്റെ ടെൻഷൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. എല്ലാവരും ഒരേ വൈബ്. ഇടയ്ക്ക് മൂത്തതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സെമ്മൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഒരു സപ്ലി പോലും ഇല്ലാണ്ടാണ് പാസ്സായത്. നിങ്ങൾ ആലോചിക്കണം. ഭയങ്കര അഭിമാനത്തോടു കൂടെ തന്നെ ഞാൻ പറയും. പക്ഷേ അതിന് എൻ്റെ ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട് അത് ഭയങ്കര വലുത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും